ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇന്ന് എന്നെ കൂട്ടിക്കൊണ്ടുവന്ന ദിവസമായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ജീവിതത്തിൽ കുറേ വിശേഷങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അതിലൊരു വിശേഷമാണ് ഇത്. സങ്കടങ്ങൾ ദുഃഖങ്ങളൊക്കെ നിറഞ്ഞ ഒരു നീണ്ട കളിയളവിൽ ഇത് നല്ല സന്തോഷമായ നിമിഷമാണ്. അപ്പം കൂടുതലൊന്നും വലിച്ചു നീട്ടുന്നില്ല. അപ്പോൾ ഇന്നത്തെ വളകാപ്പ് ചടങ്ങൊക്കെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീഡിയോസൊന്നും പ്രത്യേകിച്ചൊന്നും എടുത്തിട്ടൊന്നുമില്ല. എല്ലാം ഷെഡേപ്പടേ എല്ലാം ഒക്കെ ആയി കഴിഞ്ഞ ശേഷം. കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനത്തെ ചടങ്ങുകളോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇപ്രാവശ്യം എൻ്റെ ആഗ്രഹത്തിൻ്റെ പുറത്ത് പിന്നെ നാട്ടിലാണ് പ്രസവം. അതുകൊണ്ട് അങ്ങനെയൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ആയിരുന്നു പ്രസവം കേട്ടോ. അതുകൊണ്ട് ഇപ്രാവശ്യം നാട്ടിലാക്കാൻ തീരുമാനിച്ചു. അതുകൊണ്ട് കൂട്ടിക്കൊണ്ടുപോകൽ ചടങ്ങും അതിൻ്റെതായ രീതിയിലൊക്കെയാണ് നടത്തുന്നത്. അപ്പം വളകാപ്പും അതൊക്കെ വളകാപ്പ് എൻ്റെ ആഗ്രഹത്തിന് നടക്കുന്നത് കേട്ടോ. അതിന് പ്രത്യേകിച്ച് ഇപ്പോൾ പുതിയതായിട്ടുള്ള വന്നതാണല്ലോ, അത് തമിഴ്നാട്ട് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ചടങ്ങാണല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് ആ ചടങ്ങ് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം കൂട്ടിക്കൊണ്ടുവരുവാൻ നമ്മുടെ നാട്ടിലെ ചടങ്ങ് അനുസരിച്ചിട്ട് അരിയിടലും എല്ലാവരും അരിയിട്ട് അനുഗ്രഹിച്ചതിന് ശേഷം അമ്മ, അതായത് ചേട്ടൻ്റെ അമ്മ ഇങ്ങനെ ഒരു നാഴി അരിയും തേങ്ങ ഇങ്ങനെ വെച്ച്. അപ്പോൾ എൻ്റെ വീട് കണ്ണൂരാണ്, ചേട്ടൻ്റെ വീട് ട്രിവാൻഡ്രത്താണല്ലോ. അപ്പോൾ ലോങ് ഡിസ്റ്റൻസ് ആയതുകൊണ്ട് നമ്മൾ യാത്ര ചെയ്യുന്നതും കൊണ്ട് വൈദ്യൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ സാരി തുമ്പിൽ കെട്ടിയിട്ടാണ് നമ്മൾ സാധാരണ പോകാറ് ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ഭാര്യ വീട്ടിലേക്ക്. അപ്പോൾ പക്ഷേ ഇതിപ്പം സാരി തുമ്പ് കെട്ടിക്കഴിഞ്ഞാൽ അത് മാറ്റാനൊന്നും പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഒരു തോർത്തിൽ വെച്ചിട്ട് കെട്ടിയിട്ട് സാരീൻ്റെ തെറ്റത്ത് തോർത്ത് വിരിച്ചിട്ട് അതിലെല്ലാം കെട്ടി സെറ്റാക്കിയിട്ട് കാറിൽ കയറി ചേട്ടൻ നമ്മളെ റെയിൽവേ സ്റ്റേഷനിൽ ഇറക്കും. പ്രത്യേകിച്ച് ആരും അങ്ങനെയൊന്നുമില്ല, വലിയ ചടങ്ങായിട്ടുള്ള ചെറിയൊരു ചടങ്ങ്. ചടങ്ങിൻ്റെ പേര് ചടങ്ങ് നടത്തി, എല്ലാം ഗ്രാൻഡായി. എനിക്ക് മനസ്സിന് സന്തോഷം, ഹാപ്പിയാണ്. ഈ സമയത്തൊക്കെ നമ്മൾ സന്തോഷമായിട്ടിരിക്കുകയല്ലേ ചെയ്യേണ്ടത്. ഞാൻ ഫുൾ ഹാപ്പിയാണ് കേട്ടോ. അത് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ചേട്ടനോട് ബായൊക്കെ പറഞ്ഞ്, വൈദ്യാണെങ്കിൽ ചേട്ടനോട് ബായൊക്കെ പറഞ്ഞ് നിന്ന് കുറേ സമയം കളിച്ചു അവരൊക്കെ. പക്ഷേ അവസാന ട്വിസ്റ്റ് ഉണ്ട്, അതിലേക്ക് വരാം. അതിന് മുമ്പ് കുറേ വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ കുറേ മുൻപുള്ള വീഡിയോ ആണ്. വളകാപ്പ് നടന്നിട്ട് ഏകദേശം ഇപ്പം കുറേ ആയി. പക്ഷേ എനിക്ക് ഇടാനുള്ള സമയവും സാഹചര്യം ഒന്നും കിട്ടിയിട്ടില്ല. എന്താ വെച്ചാൽ വൈദ്യനെ നോക്കണം, അങ്ങനെ ഇങ്ങനെയായി. ഇപ്പം എൻ്റെ അവസ്ഥയും അതൊക്കെ ആയിട്ട് എഡിറ്റ് ചെയ്യാനോ പിടിക്കാനോ ഒന്നും സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ ഇനി അങ്ങോട്ട് വീഡിയോസ് വരുമെന്ന പ്രതീക്ഷയിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുക. വൈദ്യ ടാറ്റ പറഞ്ഞ് പോകുമ്പോൾ വൈദ്യൻ്റെ എനിക്കണം കാണിച്ചു തുടങ്ങി. വൈദ്യക്ക് അച്ഛനെ മിസ് ചെയ്യുന്നു. അച്ഛനെ വീട്ടിൽ തീരെ പറ്റില്ല. ഫുൾ കരഞ്ഞങ്ങ് എത്തിച്ചു കഴിഞ്ഞ് വണ്ടി ആയ കിടുക്കി. അവസാനം എങ്ങനെയല്ലോ ഞാൻ സങ്കടമൊക്കെ മാറ്റി വൈദ്യനെ വിഷയം മാറ്റിയിരുത്തി. പക്ഷെ എന്നിരുന്നാലും ഇടയ്ക്ക് അച്ഛന് ഓർമ്മ വരുമ്പോൾ അവൻ കാര്യം, അപ്പോൾ എനിക്ക് സങ്കടം വരും കേട്ടോ, വേറെ കാര്യം. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ് നമ്മളെങ്ങനെയല്ലോ വൈദ്യനെ സെറ്റാക്കി നമ്മൾ വീട്ടിലെത്തി. തിരിച്ച് തലശ്ശേരി എത്തി. എന്നിട്ട് എൻ്റെ വീട്ടിൽ വന്നിട്ട് അവിടെയും ഇതുപോലെ അരിയിടൽ, എല്ലായിടത്തും എന്താ പറയുന്നത് അറിയത്തില്ല. അങ്ങനെ എല്ലാവരും അവിടെ നിന്ന് അരിയിട്ട് അനുഗ്രഹിച്ച്. ഇപ്പോൾ എല്ലാ ഫോട്ടോസും വീഡിയോസും ഇടുന്നില്ല, ജസ്റ്റ് ഒരു ഇത് മാത്രമേ ചെയ്യുന്നുള്ളൂ. പിന്നെ നമ്മളെപ്പോഴും മെമ്മറീസായിട്ട് സൂക്ഷിക്കാൻ പറ്റിയ സംഭവങ്ങളാണല്ലോ ഇതൊക്കെ, അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം അമ്മമ്മയുടെ പേര് ഫോട്ടോ ഒക്കെ എടുത്ത് ആ ചടങ്ങ് അങ്ങനെ അവസാനിപ്പിച്ചു. അപ്പോൾ കുറേ വിശേഷം കാര്യങ്ങളൊക്കെ പറയാനുണ്ട്, പക്ഷേ നല്ല ടയേർഡായിരുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റാ ബൈ.